സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ MCQs പരിചയപ്പെടുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വിച്ച് ഡെവലപ്പ് ഇലക്ട്രിക് കറന്റ് ഇൻ ദം വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഒരു ഇലക്ട്രിക് കറന്റ് ഡെവലപ്പ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ള ആ ക്വസ്റ്റ്യന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഇലാസ്റ്റോമേഴ്സ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, പോളിമേഴ്സ്. നമുക്കറിയാം ഓപ്ഷൻ എ ആയാലും സി ആയാലും ഡി ആയാലും എന്താണ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്ന അല്ല. നമുക്കറിയാം കണ്ടക്ടേഴ്സിലാണ് എന്തുണ്ടാവുന്നത് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ. Then in the explanation, when an electric field is applied across the end of conductor, the electrons begins to move under the action of electric field. The flow of electrons constitute electric current through the conductor. Okay, അപ്പൊ അതാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത്. Then next question നോക്കാം. Which of the following is most conductive element? ഇവിടെ കൊടുത്തതിൽ മോസ്റ്റ് കണ്ടക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അലുമിനിയം, ലെഡ്, സിൽവർ, ഹൈഡ്രജൻ. നമുക്കറിയാം നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കുറവുള്ളത് എന്തിനാണ്? സിൽവറിനാണ്. റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടുതൽ കാരണം എന്താ? കണ്ടക്ടേഴ്സിനാണ്. കണ്ടക്ടേഴ്സിൽ തന്നെ ഏറ്റവും കുറവ് റെസിസ്റ്റിവിറ്റി കാണിക്കുന്നത് ആരാണ്? സിൽവർ ആണ്. സോ ഏറ്റവും കൂടുതൽ കണ്ടക്ഷൻ ഉള്ളത് ആരാണ്? കണ്ടക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് സിൽവർ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നോക്കാം. സിൽവർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് എലമെന്റ്. മോസ്റ്റ് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് എലമെന്റ് ആണ് സിൽവർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഇലക്ട്രോൺ ക്യാൻ മൂവ് മോർ ഫ്രീലി ഇൻ സിൽവർ. അതായത് സിൽവറിലുള്ള ഇലക്ട്രോൺസിന് മോർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സിൽവർ ആൾസോ ഹാസ് ലോവസ്റ്റ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഓഫ് എനി മെറ്റൽ. അതും കൂടി ഒന്ന് ആലോചിക്കുക. ലോവസ്റ്റ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് എന്ത് നമ്മൾ സിൽവർ എന്ന് പറയുന്നത്. ഓക്കെ. Then next question. To maintain a steady current through a conductor, some external device must do a work. അതായത് ഒരു സ്റ്റഡി കറന്റ് ഒരു കണ്ടക്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ വർക്ക് എന്തായാലും ചെയ്യണം. വാട്ട് ഡസ് ദ എക്സ്റ്റേണൽ ഡിവൈസ് പ്രൊവൈഡ്? അങ്ങനെയാണെങ്കിൽ ആ എക്സ്റ്റേണൽ ഡിവൈസ് ആണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഡിവൈസ് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. നമുക്കറിയാം ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അതിൽ എന്തുണ്ടെന്ന്. ഒരു ഏത് കണ്ടക്ടർ എടുത്താലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കറണ്ട് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കും, പോസിറ്റീവ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് എന്തുണ്ടാവുക? ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ദെൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ടു മെയിൻറ്റെയിൻ സ്റ്റഡി കറന്റ് ത്രൂ ദ കണ്ടക്ടർ ഇലക്ട്രോമോട്ടീവ് ഡി ആൻഡോ നമ്മൾ പറയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്തുണ്ടാക്കുന്നത്? കറണ്ട് ഫ്ലോ ഉണ്ടാക്കുന്നത്. പക്ഷെ എക്സ്റ്റേണൽ ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. അതാണ് പറഞ്ഞത്. സോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് മസ്റ്റ് പ്രൊവൈഡഡ് ബൈ ദ എക്സ്റ്റേണൽ ഡിവൈസ് ടു take positive charge from lower potential to higher potential, that is in the direction opposite to the electric field. Okay. Then next, identify the conductor in which both positive and negative charges can move. അതായത് പോസിറ്റീവ് ചാർജസുകളും നെഗറ്റീവ് ചാർജസുകളും മൂവ് ചെയ്യുന്ന കണ്ടക്ടർ ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യന്. നമുക്കറിയാം മെറ്റാലിക് കണ്ടക്ടറിൽ ഉള്ള കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. തെർമോസെറ്റ്സും പോളിമേഴ്സും എന്താണ്? കറണ്ട് കണ്ടക്ട് ചെയ്യാത്തതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആണ്. ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് അയോൺസ് ആണ് കറണ്ട് കാരിയേഴ്സ് ആയിട്ടുണ്ടാവുക. അയോൺസിൽ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോക്ക് കാരണമാവുന്നുണ്ട്.
അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Electrolytic solution are those that are capable of conducting an electric current. They are generally ions in which both positive and negative charge can move. Polymers and thermosites do not conduct electric charge. Electrons are the charge carriers in metallic conductor. ഓരോ ഓപ്ഷന്റെയും കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. Okay, then next question. The electric field lines diverges from ഇലക്ട്രിക് ഫീൽഡ് എവിടുന്നാണ് ഡൈവേർജ് ചെയ്യുന്നത്? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും ഡൈവേർജ് ചെയ്യും, നെഗറ്റീവ് ചാർജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പിക്ചർ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? പ്ലസ് ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആയിരിക്കും. ദെൻ നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വരുന്നത്? നെഗറ്റീവ് ചാർജ് ആണ് ഫീൽഡ് ലൈൻസ് ഇൻവേർഡ് ആയിരിക്കും, അതായത് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. Electric field lines always converges at negative charge and diverges from positive charge. If a unit positive charge is kept in an electric field, the path of motion of എന്താ പറഞ്ഞത്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ കെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ then the path of motion of charge is known as field lines. അപ്പോൾ ഒരു യൂണിറ്റ് ചാർജ് ഒരു ഫീൽഡിൽ പുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മോഷൻ, അതിന്റെ പാത്ത് ഓഫ് മോഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ചാർജ് ആണ് പുട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ? റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. അതായത് അവിടെ ഇങ്ങനെ ഒരു മോഷൻ ഉണ്ടാവുക, പുഷ്ഡ് അവേ ബൈ അനദർ പോസിറ്റീവ് ചാർജ്. എല്ലാ പോസിറ്റീവ് ചാർജുകളും ബാക്കി പോസിറ്റീവ് ചാർജുമായിട്ട് എന്താണ് മറ്റ് നൈബറിംഗ് പോസിറ്റീവ് ചാർജിൽ നിന്നൊരു പുഷാണ് അതിനെന്തുണ്ടാവുക? ഫീൽ ചെയ്യുക. Okay, thus we can find the direction of field lines near a positive charge. Okay, then next question. Two electric field lines in the ഫീച്ചർ ഏതാണ് ഇതിലുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആൾവേസ് ഇന്റർസെക്ട് ഈച്ച് അതർ, നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, മേ ഇന്റർസെക്ട് സംടൈംസ്, ആർ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അതിന്റെ ഫീച്ചർ പറഞ്ഞപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞൊരു ഫീച്ചേഴ്സ് ആണ് എന്ത്? നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്ന് പറയുന്നത്. കാരണം എന്താണ്? രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാന്നുള്ളത് അതിന്റെ മീനിങ് എന്താണ്? ആ ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ വരിക എന്നുള്ളതാണ്. ഒരു പോയിന്റിൽ എന്തായാലും രണ്ട് ഡയറക്ഷനും പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നോക്കുക. വി നോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ടാൻജന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറ്റ് ദാറ്റ് പോയിന്റ്. എന്താണ് പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് a point is directed towards the tangent of electric field lines. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ടാൻജന്റിന്റെ അതേ ഒരു ഡയറക്ഷനിലായിരിക്കും, അതിന് ടുവേർഡ്സ് ആയിരിക്കും. Now if two field lines intersect at a point, two tangents can be drawn at that point. The main important point ആണ് now if if two field lines intersect at a point, then two tangents can be drawn at the same point. That means at a particular point there would be two separate directions of electric field, which is impossible. So we can conclude that two electric field lines never intersect each other. Okay, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Consider the line of force as shown in the figure. Two unit positive charge are kept at point A and B. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഒരു ഫിഗറിൽ എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും എന്താണ് നമ്മൾ പുട്ട് ചെയ്യുന്നത്? യൂണിറ്റ് പോസിറ്റീവ് ചാർജുകൾ ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ അതായത് ഓപ്ഷനിൽ കൊടുത്തതിൽ ഏതാണ് അവിടെ
നടക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചാർജ് അറ്റ് എ വിൽസ് അവർ ഗ്രേറ്റർ ഫോഴ്സ്. എ എന്നുള്ള പോയിന്റിലുള്ള ചാർജിലാണ് ഗ്രേറ്റർ ഫോഴ്സ് ഉണ്ടാവുക. ദെൻ ബി എന്ന് പറഞ്ഞ ചാർജ് അറ്റ് ബി സഫർ ഗ്രേറ്റർ ഫോഴ്സ്. Force at both points will be same but non-zero. Force at both points will be the same. നമുക്കറിയാം ഇവിടെ നോക്കിയ എ എന്ന് പറഞ്ഞ പോയിന്റ് നിൽക്കുന്നത് വൈഡ് ഏരിയയിലാണ്. ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞ കമ്പാരിറ്റീവ്ലി ലെസർ ഏരിയയിലാണ്. ഓക്കെ, അപ്പൊ അവിടെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ലെസ് ഏരിയയിൽ ഉള്ള ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈ ആണ് കമ്പയർ ടു എ പറഞ്ഞ പോയിന്റ് നിൽക്കുന്ന ആ ഒരു ഏരിയനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ ഗ്രേറ്റർ ഫോഴ്സ് എന്തിനുണ്ടാവുക, ബി എന്ന പോയിന്റിൽ നിൽക്കുന്ന ചാർജിനാണ് എന്തുണ്ടാവുക, ഗ്രേറ്റർ ഫോഴ്സ് ഉണ്ടാവുക. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ജസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയാം. മോർ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ക്രോസ്, എന്താണ് ഇവിടെ പറയുന്നത്, മോർ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻ ക്രോസ് യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ അറ്റ് പോയിന്റ് ബി. Therefore, electric field intensity will be more at point B than point A. Thus, a unit positive charge will face greater force at point B than point A. So, we can conclude that field intensity will be greater where the field lines are dense. അതായത് കമ്പയർ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഏരിയ ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു പോസിറ്റീവ് പോയിന്റ് ചാർജ്. ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജിന്റെ അസോസിയേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഫീൽഡ് ലൈൻസ് കാണിക്കുന്ന ഫിഗർ ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് പറഞ്ഞത്, ഒരു പോസിറ്റീവ് ചാർജിന് അസോസിയേറ്റഡ് ആയിട്ടുണ്ടാവുന്ന ഫീൽഡ് ലൈൻസിനെ ഷോ ചെയ്യുന്ന ഫിഗർ ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യന്. നമുക്കറിയാം ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും എന്താ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഡൈവേർജ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഈ 3 ഓപ്ഷനും കറക്റ്റ് അല്ല. ദെൻ 4th ഓപ്ഷനിൽ കാണിക്കുന്നതാണ് കറക്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്നും ഫീൽഡ് ലൈൻസ് ഡൈവേർജ് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് അറിയാവുന്നെങ്കിലും എക്സ്പ്ലനേഷൻ ജസ്റ്റ് പറയാം. We know that field lines are created from a positive charge and they repel each other and always try to maintain maximum distance among them. Okay. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്നാണ് എന്താണ് ഉണ്ടാവുന്നത്, ഫീൽഡ് ലൈൻസ് ഫോം ചെയ്യുന്നത്. ദെൻ സെയിം ചാർജസുകൾ ആവുമ്പോൾ എന്താവും, റിപ്പൽഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് ദേ ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. Therefore, they propagate from a positive point charge in radially outward and radially inward in case of negative point charge. Okay, അതായത് നമ്മൾ ഫീൽഡ് ലൈൻസിന്റെ കാര്യമാണ് പറയുന്നത്. പോസിറ്റീവ് പോയിന്റ് ചാർജിലാണെങ്കിൽ റേഡിയലി ഔട്ട്വാർഡും, നെഗറ്റീവ് ചാർജിലാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്ലി ഇൻവാർഡും ആണ്, റേഡിയലി ഇൻവാർഡും ആയിരിക്കും. Field lines are circular in case of current carrying conductor. Then next question നോക്കാം. Two plates are oppositely charged and uniformly kept parallel to each other at a certain distance. What will be the nature of electric field lines in between them? അവ രണ്ട് പ്ലേറ്റ്സ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ്, യൂണിഫോംലി ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള രണ്ട് പ്ലേറ്റ്സിനെ പാരലി കെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെർട്ടൈൻ ഡിസ്റ്റൻസിൽ പാരലി കെപ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നേച്ചർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യന്.
ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് സർക്കുലർ ആണ്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് പാരലൽ ടു ഈച്ച് അതർ ത്രൂ ഔട്ട് ദ ക്രോസ് സെക്ഷൻ. ദെൻ സി എന്ന് പറയുന്നത് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ പാരലൽ ആൻഡ് യൂണിഫോം ഇൻ സെൻട്രൽ ബട്ട് ഫ്രിഞ്ചസ് ഔട്ട് അറ്റ് ദ എക്സ്ട്രീം. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. The electric field between two uniformly charged plate is uniform. അപ്പോൾ യൂണിഫോംലി ചാർജ്ഡ് പ്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. Then electric field lines in uniform electric field എന്ന് പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ പാരലലും, നോൺ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വരിക? ഒരു ബെൻഡിങ് വന്നിട്ടാണ് ഉണ്ടാവുക. നോൺ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ നോൺ യൂണിഫോമിന്റെ 3 കേസ് നമ്മൾ കണ്ടതാണ്. ഓക്കെ. Then this phenomena is observed in most of the parts between the plates. Okay. അതായത് യൂണിഫോം ആയതുകൊണ്ട് അവിടെ എല്ലാ പാർട്സിലും മോസ്റ്റ് ഓഫ് പാർട്സിലും എന്താ ഉണ്ടാവുക? ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിരിക്കും. ബട്ട് ഇൻ ദ ടു എക്സ്ട്രീം എൻഡ്സ് എന്ന് പറയുമ്പോൾ the field line springs out due to the non-uniform electric field. Okay. എക്സ്ട്രീം എൻഡില് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് സ്പ്രിങ്സ് ഔട്ട് ആയിരിക്കും. ഓക്കെ. Then next, electrical neutral point, the line of force. അതായത് ഇലക്ട്രിക്കൽ ന്യൂട്രൽ പോയിന്റിൽ ലൈൻ ഓഫ് ഫോഴ്സിന്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആബ്സെന്റ്, coincide with each other, always converge, always diverge. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ആ പോയിന്റ് എന്താണ്? ന്യൂട്രൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആയിരിക്കും. സോ ആൻസർ ഈസ് എ. എക്സ്പ്ലനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ electrical neutral point is a point in between two positive and negative charges where the electric field intensity is 0. It means that no lines. Okay. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ എന്താണ്? ഈ കേസിൽ 0 ആണ്. സോ ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉണ്ടാവില്ല. ഓക്കെ. Then next question നോക്കാം. Two unit positive charges are kept at coordinates 0, 0 and 10, 0. What will be the variation of electric field with respect to the distance between them? അതായത് രണ്ട് യൂണിറ്റ് പോസിറ്റീവ് ചാർജുകൾ 0, 0 10, 0 എന്തായിട്ടുണ്ട്? കെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിന്റെ അക്കോർഡൻസ് ആയിട്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാവുന്ന വേരിയേഷൻ എങ്ങനെ ആയിരിക്കും? അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗർ ഏതാണെന്നുള്ളതാ ക്വസ്റ്റ്യന്. ഫസ്റ്റ് ഓപ്ഷനിൽ എന്ന് പറയുമ്പോൾ ലീനിയർലി ആണ് കാണിക്കുന്നത്. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടും. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് റിലേഷൻ ആണ് കാണിക്കുന്നത്. ദെൻ തേർഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നോ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ദെൻ ഫോർത്ത് ഓപ്ഷൻ നോക്കിക്കേ, അതായത് പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ സൈന് മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കറക്റ്റ് ആൻസർ. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താന്ന് നോക്കാം. Electric field intensity at the midpoint between two charges must be 0 as both of charges are positive. We also know that field intensity varies inversely with the square of distance. നമുക്കറിയാം Coulomb's law field intensity എന്ന് പറയുമ്പോൾ that means force എന്ന് പറയുമ്പോൾ inversely proportional to square of distance ആണ്. When we pass through the midpoint, we find that the direction of field changes from positive to negative. അതായത് midpoint പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യും.
The field doesn't remain constant or keep on increasing or decreasing uniformly. Okay. ഇപ്പൊ ഡിസ്റ്റൻസിന്റെ അനുസരിച്ച് എന്താവില്ല, അത് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല, ഒന്നെങ്കിൽ ഇൻക്രീസിങ് ആവും ഡിക്രീസിങ് ആവും. ആ ഒരു ഫിഗർ ആണ് ലാസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. Then next question, what can be the nature of charge Q1 and Q2? Q1ന്റെയും Q2ന്റെയും നേച്ചർ എന്താണെന്നുള്ള ചോദിക്കുന്നത്. ഇപ്പൊ Q1നെയും Q2നെയും അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ലൈൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫീൽഡ് ലൈൻസ് എന്താ ചെയ്യാണ്, ചാർജിലേക്ക് കൺവേർജ് ചെയ്തിട്ട് വരികയാണ് അല്ലെ. സോ കൺവേർജൻസ് പ്രോപ്പർട്ടി ഏത് ചാർജിനാണുള്ളത്, നമുക്കറിയാം മൈനസ് ക്യൂവിലേക്ക് ഫീൽഡ് ലൈൻസ് കൺവേർജ് ചെയ്യും, ദെൻ പ്ലസ് ക്യൂവിലേക്ക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഡൈവേർജ് ചെയ്യുക ചെയ്യുന്നത്. സോ രണ്ടും കൺവേർജ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, Q1 and Q2 ആർ നെഗറ്റീവ്. ദെൻ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the nature of equipotential surface in case of positive point charge? അപ്പോൾ ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജിന്റെ കേസിൽ നേച്ചർ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ബി ആണ്, സ്ഫെറിക്കൽ ആണ്. ദെൻ അതിന്റെ എക്സ്പ്ലനേഷൻ, വി നോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ക്രോസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പെർപെൻഡിക്കുലർ. അതായത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ഒരു ഏരിയയിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ജനറേറ്റഡ് റേഡിയലി ഫ്രം പോസിറ്റീവ് പോയിന്റ്. നമുക്ക് വേറെ എന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും റേഡിയലി ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Therefore, for holding both condition, അതായത് ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്ഫെറിക്കൽ ആയിരിക്കണം. അതാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What will be the nature of equipotential surface due to a point charge situated at infinity? Then point charges ഇൻഫിനിറ്റിയിൽ സിറ്റുവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ നേച്ചർ എന്താണെന്നുള്ളത് ആ ക്വസ്റ്റ്യന്. നെക്സ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ദെൻ എക്സ്പ്ലനേഷൻ നോക്കാം. ഇഫ് എ പോയിന്റ് ചാർജ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് എ ഇൻഫിനിറ്റി, the electric field lines coming out of it will be in the form of parallel straight lines. അതായത് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, പാരലൽ സ്ട്രൈറ്റ് ലൈൻസ് ആയിരിക്കും. As we know that field lines cut the equipotential surface orthogonally. അതായത് 90 ഡിഗ്രിയിലാണ് എന്തുണ്ടാവുക, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എന്തുണ്ടാവും, ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്യുന്നത്. Therefore, the equipotential surface must be plane surface. They can consider the surface as a sphere of infinite radius. Okay. അപ്പോൾ ഇവിടെ ലാസ്റ്റ് കൊടുത്ത് നോക്കിയത് they can consider the surface of sphere of infinite radius എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫൈനൈറ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ റേഡിയസ് ഇൻഫൈനൈറ്റ് ആണ്. അപ്പൊ അത്രയും ഒരു പ്ലെയിൻ ഏരിയ അല്ലെങ്കിൽ പ്ലെയിൻ സർഫസ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ. എന്താണ് കാരണം ചോദിച്ചാൽ ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് പാരലൽ ആണ്. ദെൻ ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാവുക. ആ രണ്ട് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ സർഫസ് ഷുഡ് ബി പ്ലെയിൻ സർഫസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an electric field is directed along the tangent of an equipotential surface. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്റ്റഡ് അലോങ് ദ ടാൻജന്റ് ഓഫ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ടാൻജന്റിന് അലോങ് ആയിട്ടാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. കാരണം എന്താ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കട്ട് ചെയ്യുന്നത് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി ആണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദെൻ നമ്മൾ പറഞ്ഞു 90 ഡിഗ്രി
നേരത്തെ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു എന്താണ് ഫീൽഡ് ലൈൻസ് equipotential surface meet ചെയ്യുന്നത് orthogonally ആണ്. The direction of electric field is the same as the direction of electric field lines. Therefore, the field is perpendicular to the equipotential point, not tangent to the. Okay, tangentiനല്ല എന്തുണ്ടാകുന്നത് perpendicular ആയിട്ട് വരും. Okay, which of the next question, which of the following statement is correct? An electric field is scalar quantity. നമുക്കറിയാം electric field എന്ന് പറയുന്നത് vector quantity ആണ്. Electric field lines are 45 degree to the equipotential surface. നമുക്കറിയാം അത് 90 degree ആണ്. Then next option, the surface of a charged conductor is equipotential. Then fourth option, field lines due to a point charge are circular. ഇപ്പോൾ ഫീൽഡ് ലൈൻസ് ഡ്യൂട്ടി പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായാലും എന്തല്ല സർക്കുലർ അല്ല, ലീനിയർ ആണ്. ദെൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇക്വിപൊട്ടൻഷ്യൽ ആണ്. ദെൻ എക്സ്പ്ലനേഷൻ നോക്കാം. ഈ കണ്ടക്ടേഴ്സ് ചാർജസ് ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ് ഓഫ് കണ്ടക്ടർ. ചാർജസ് എന്ന് പറയുന്നത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ സർഫസ് ഓഫ് കണ്ടക്ടർ ആണ്. Therefore, the potential through the surface is same. അതായത് ഈക്വലി ചാർജസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് എന്തിന് നമുക്ക് എന്ത് പറയാം, സർഫസ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ ആണ്. ദാറ്റ് ഈസ് the electric field is a vector quantity at the field lines cut the equipotential surface at. ബാക്കി ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഫീൽഡ് ലൈൻസ് 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നത്. ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് റേഡിയൽ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഇഫ് എ ആൻഡ് ബി ആർ ടു equipotential surface around a positive point charge q, what will happen if we place another point charge plus q between a and b? അപ്പോൾ എയും ബി എന്ന് പറയുന്നത് ക്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിന് അറൗണ്ട് ആയിട്ടുള്ള ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ദെൻ ബിനെയും എൻ്റെയും ഇടയിൽ വേറൊരു പ്ലസ് ക്യൂ കൂടി നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഇറ്റ് വിൽ റിമെയിൻ സ്റ്റേഷനറി, ഇറ്റ് വിൽ മൂവ് ഫ്രം ബി ടു എ, ഇറ്റ് വിൽ മൂവ് ഫ്രം എ ടു ബി, ഇറ്റ് വിൽ റൊട്ടേറ്റ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പോൾ കറക്റ്റ് ആൻസർ പറയുന്നത് ഇറ്റ് വിൽ മൂവ് ഫ്രം എ ടു ബി എന്നാണ്. അതിനുള്ള ഒരു റീസൺ എന്താണെന്ന് നോക്കാം. എ ചാർജ് ആൾവേസ് ട്രൈ ടു മൂവ് ഫ്രം എ പോയിന്റ് ഓഫ് higher potential to a point of lower potential. The potential at A is greater than the potential at B. Okay, because of electric potential decreases with the distance from charge. അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് ബിനേക്കാൾ കൂടുതലാണെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം എ ചാർജ്. ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എ ആണ് ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ഉള്ളത്, ബി എന്ന് പറയുന്നത് എന്താണ് ലോവർ പൊട്ടൻഷ്യൽ ആണ് ഉള്ളത്. ദെൻ I have a doubt here. നമ്മൾ പറഞ്ഞത് എന്താണ്, ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കും, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബി ആണ്, ഹയർ പൊട്ടൻഷ്യൽ എ ആണ്. അപ്പൊ ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഐ തിങ്ക് ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് വരേണ്ടത്. അതായത് പോസിറ്റീവ് ചാർജ് ആണല്ലോ നമ്മൾ പ്ലേസ് ചെയ്തത്. പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് മൂവ്മെന്റ് ഉണ്ടാവുക. I have a doubt on this question.
Then next ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവുന്നതിന് മുന്നേ ഇവിടെ പറയുന്നുണ്ട്, രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എന്തായിരിക്കും അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. സോ റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് എന്നും ബിയിലേക്ക് തന്നെയാണ് എന്തുണ്ടാവുക, മൂവ്മെന്റ് ഉണ്ടാവുക. സോ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, സെൻട്രലിൽ ക്യൂ ഉണ്ട്, അതിനിടയിലാണ് നമ്മൾ വേറൊരു ക്യൂ പ്ലേസ് ചെയ്യുന്നത്. സോ രണ്ട് ക്യൂകളും തമ്മിൽ എന്തുണ്ടാവും, റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുമ്പോൾ എന്ന് ബിയിലേക്കാണ് എന്തുണ്ടാവുക, മൂവ്മെന്റ് ഉണ്ടാവുക. കറക്റ്റ് ആൻസർ തന്നെയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ ഇഫ് ഇറ്റ് ഹാസ് എ ചാർജ് ഓഫ് 9 കൂളം ആൻഡ് വോൾട്ടേജ് ഓഫ് 5 വോൾട്ട്. ഇപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ ചാർജ് എന്ന് പറയുന്നത് 9 കൂളും വോൾട്ടേജ് 5 വോൾട്ടും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റൻസ് സി എന്ന് പറയുന്നത് എന്താണ്, ക്യൂ ബൈ വി ആണെന്ന് അറിയാം. സോ ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 9/5 എന്ന് പറയുമ്പോൾ 1.8 ഫാരഡ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ is the correct answer. Then next ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the total charge on the parallel plate capacitor shown? അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഫസ്റ്റ് പ്ലേറ്റിൽ പ്ലസ് ക്യൂ, ദെൻ സെക്കൻഡ് പ്ലേറ്റിൽ മൈനസ് ക്യൂ ആണെന്നുണ്ട് ഉള്ളത്. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ്, ടോട്ടൽ ചാർജ് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യന്. ടോട്ടൽ ചാർജ് ആണ് പറയണത്. അപ്പോൾ എന്താണ് നമുക്കറിയാം, ഒന്ന് പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആയതുകൊണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ എക്സ്പ്ലനേഷൻ ഒന്നുകൂടി നോക്കാം. സിൻസ് ടോട്ടൽ ചാർജ് ഓൺ എ കപ്പാസിറ്റർ ഈസ് ഗിവൺ ബൈ സം ഓഫ് ദ ചാർജസ് ഓൺ ദ ടു പാരലൽ പ്ലേറ്റ്സ്. രണ്ട് പാരലൽ പ്ലേറ്റ്സിന്റെയും ചാർജ് രണ്ട് പാരലൽ പ്ലേറ്റിലെയും ഉള്ള ചാർജിന്റെ സമ്മാണ് എന്ത്, ടോട്ടൽ ചാർജ് ഓൺ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, here charge on each plate is equal and opposite, and hence minus q plus q equal to 0. Therefore, the total charge on the capacitor is 0. Simple ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. What happens to the capacitance when a dielectric material is inserted between the plates of a parallel plate capacitor? അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയിൽ ഡയലക്ട്രിക് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ, കപ്പാസിറ്റൻസ് ഡിക്രീസസ്, കപ്പാസിറ്റൻസ് റിമെയിൻ സെയിം, കപ്പാസിറ്റൻസ് ഇൻക്രീസസ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ ഓഫ് ദ ഡയലക്ട്രിക്. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് പറയുന്നത് എന്താണ്, ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് ഇൻക്രീസസ്. നമുക്കറിയാം പാരലൽ പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് അബ്സിലോൺ 0 A/D ആണ്. ഇവിടെ അബ്സിലോൺ 0 ആണ് എന്ത് പറയണത്, ഡയലക്ട്രിക്കിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ എപ്സിലോൺ 0 എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് എന്തായിരിക്കും, ഈ എപ്സിലോൺ 0 ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് പെർമിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, കപ്പാസിറ്റൻസും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. when a dielectric material is inserted between the plates of parallel plate capacitor, the capacitance of capacitor increases with the factor of k, that is c equal to k into c naught. Okay, അങ്ങനെയും വേണമെങ്കിൽ പറയാം. Then next question, initially the potential difference of a capacitor is 8. Initially the potential difference of a 8 microfarad capacitor എന്ന് പറയുന്നത് 30 volt ആണ്. Then it is changed to 40 volt. What is the increases in energy? എനർജിയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം.
the required equation എന്ന് പറയുന്നത് U2 minus U1 equal to half C. ഹാഫ് ആണ്, ഹാഫ് CV² ആണ് നമ്മൾ എന്ത് സ്റ്റോർഡ് എനർജീന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വേറെ വാരിയബിൾ ആയിട്ടുള്ള സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോർഡ് എനർജി ഈക്വൽ ടു ഹാഫ് CV² ആണ്. 12 അല്ല 1/2 എന്നാണ് കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ദെൻ ഇവിടെ ഇപ്പൊ ഇനീഷ്യൽ കേസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഫൈനൽ കേസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? U2 minus U1 equal to half CV1² minus V2² minus V1² എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഇക്വേഷനിൽ വാല്യൂസ് ഡയറക്റ്റ് പുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഹാഫ് ഇൻറ്റു സി എന്ന് പറയുന്നത് എന്താണ്? 8 മൈക്രോഫാരഡ് ആണ്. അപ്പൊ മൈക്രോഫാരഡിന് 8 × 10⁻⁶ എഴുതി. ദെൻ V2 എന്ന് പറയുന്നത് 40 വോൾട്ട്, ദെൻ V1 എന്ന് പറയുന്നത് 30 വോൾട്ട്. ഓക്കെ, സോ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 40² minus 30² 700. Then 1/2 × 8 4 കിട്ടും. 4 × 700 × 10⁻⁶ എന്ന് പറയുമ്പോൾ 428. Then 2800 × 10⁻⁶. That means നമ്മൾ ഓപ്ഷനിൽ ഉള്ളതിനനുസരിച്ച് ഇതിനെ മാറ്റി എഴുതാണ്. അപ്പോ 10⁻², ഇതിലുള്ള 10⁻²ഉം then ഈ 10⁻⁻6ഉം കൂടി ചേർന്നിട്ട് 10⁻⁻4 വരും. Then 28 × 10⁻⁻4 ജൂളെന്ന് കറക്റ്റ് ആൻസർ. അതെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ മാക്സിമം എനർജി ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ? ഒരു കപ്പാസിറ്ററിൽ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എനർജി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഡിപ്പെൻസ് ഓൺ മാക്സിമം ഏരിയ ഓഫ് കപ്പാസിറ്റർ, ദാറ്റ് ഡിപ്പെൻസ് ഓൺ മാക്സിമം റെസിസ്റ്റൻസ് ഓഫേർഡ്, ദാറ്റ് ഡിപ്പെൻസ് ഓൺ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ മാക്സിമം കറന്റ് പാസിംഗ് ത്രൂ ദ കപ്പാസിറ്റർ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്, ഡിപ്പെൻസ് ഓൺ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്. The maximum energy that can be desirably stored in a capacitor is depends on maximum electric field that dielectric can withstand without breaking down. അതായത് നമ്മള് പാരലൽ പ്ലേറ്റിന്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഡൈലക്ട്രിക്കിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? അതിന്റെ മാക്സിമം എനർജി സ്റ്റോർ ചെയ്യുന്ന എനർജി ഉണ്ടാവുക. Therefore, capacitor of the same type have about the same maximum energy density, that is joule of energy per cubic meter. Okay. Then next ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ നമ്മൾ ഇന്ന് നോക്കിയത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ MCQs ആണ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.